ചേച്ചി പ്രിന്റ് എടുക്കുമോ? ആ അതെ, ഞാൻ ഇറങ്ങാണ് കേട്ടോ. ആ പ്രശാന്ത് ഗോൾഡ് എടുക്കാൻ വരും, ഒന്ന് ചെയ്തു കൊടുത്തേക്ക്. ആ ചെയ്തു കൊടുത്തോളാം. ചേച്ചി ഓക്കെ ഉണ്ട് കേട്ടോ. ആ എത്രയായി? 900. 900? കഴിഞ്ഞ പ്രാവശ്യം 450 തന്നിട്ടില്ല, രണ്ടും ചേർത്ത 900. എടാ നീയേ ശില്പോട് പറയട്ടാ, പണിയെടുത്തു കഴിഞ്ഞാലേ കാശ് വെച്ച് പിന്നെ നടക്കേണ്ട അവസ്ഥയാണ്. അവള് ഇവരുടെ ഹെഡ് ഓഫീസിൽ IT ഹെഡായിട്ട് ജോലി കയറി. എടാ എന്നാ അവളോട് പറഞ്ഞ എല്ലാ ബ്രാഞ്ചിനും വർക്ക് എനിക്ക് പിടിച്ചാടാ. ആ തനിക്ക് വർക്ക് പിടിച്ച് തന്നിട്ട് വേണം ആ കമ്പനി കൂട്ടി പോവാൻ. അതിപ്പോൾ നിന്നെ കെട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കൂട്ടേണ്ട അവസ്ഥ തന്നെയല്ലേ. നീ കാശ് കൊടുക്ക്. എൻ്റെ എല്ലാം ഒന്ന് കൊടുക്കൂ. എത്ര ഏട്ടാ? 20 രൂപ. 20? ഒരു സർവത്തല്ലേ കുടിച്ചുള്ളൂ. പോവാം. ആ പോവാം. സാറേ, NP അക്കൗണ്ട് ഓപ്ഷൻ വരുമ്പോൾ ആ ന്യൂസ് എങ്ങനെയൊക്കെയോ ലീക്ക് ഔട്ട് ആവുന്നുണ്ട്. ആരൊക്കെയോ കസ്റ്റമേഴ്സിനെ കൺവിൻസ് ചെയ്തിട്ട് ആ ഗോൾഡ് ടേക്ക് ഓവർ ചെയ്യുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഗോൾഡ് ലോൺ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങ് പിരിച്ചുവിടാം. അപ്പോൾ അത്രയും കുറച്ച് പേർക്ക് ശമ്പളം കൊടുത്താൽ മതി. അല്ല സാറേ, ഗോൾഡ് ലോണല്ലേ നമ്മുടെ നട്ടല്ലേ. ബാക്കിയുള്ള ലോൺസിനൊക്കെ NP അതിനേക്കാൾ കൂടുതലല്ലേ. അപ്പോൾ അറിയാം, നാളെ മുതൽ ടേക്ക് ഓവറിൻ്റെ ഡെയിലി റിപ്പോർട്ട് എനിക്ക് വേണം. ആരാ നമ്മുടെ കസ്റ്റമേഴ്സിനെ ക്യാൻവാസ് ചെയ്യുന്നതെന്നൊന്നും അറിയണല്ലോ. ആ ആ ജിൽസിനോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറ. പിന്നെ നമ്മുടെ IT ഡിപ്പാർട്ട്മെൻറ്റ് ഒട്ട് സ്ട്രോങ് അല്ല എന്നൊരു പരാതിയുണ്ട്. അടുത്ത ഫിനാൻഷ്യൽ ഇയറോടുകൂടി നമുക്കത് സെറ്റിൽ ചെയ്യണം. RBI എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുക. ഇതെൻ്റെ മോളാണ് ശില്പ. ഇവിളിന്ന് മുതൽ ഇവിടെ ജോയിൻ ചെയ്യുക IT ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ട്. എടി, ഇത് നമ്മുടെ IT കൺസൾട്ടൻ്റാണ് പ്രവീൺ കുമാർ. പുള്ളിയാണ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് കാര്യങ്ങൾ നോക്കി എനിക്ക് റിപ്പോർട്ട് തരുന്നത്. ഇത് മാത്യു ഫിനാൻസ് മാനേജറാണ്. ആ ജിൽസേ, ഇത് ജിൽസാണ് ഇവിടുത്തെ കമ്പ്യൂട്ടറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ജിൽസ് എനിക്ക് കാര്യങ്ങൾ കാണിച്ചു തരും. ഒന്ന് നോക്കിയിട്ട് പഠിക്കുക കേട്ടോ. വേറെ ഒന്നും ഇല്ലെന്നാ. സാർ, ഈ സെക്യൂരിറ്റി അപ്ഡേഷനുള്ള കൊട്ടേഷൻ പ്രവീൺ കുമാർ തന്നിരുന്നു. പക്ഷേ ഈ ഫിനാൻഷ്യൽ ഇയറിൽ അതിനുള്ള ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഡൗട്ടാണ്. അത് അത്ര അത്യാവശ്യം അല്ലെങ്കിൽ. എന്താ പ്രവീൺ? സാർ, അത് IT സെക്യൂരിറ്റി ആയതുകൊണ്ടേ കുറച്ച് റിസ്ക് ഉണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്തില്ലെങ്കിൽ അത് ഇപ്പോൾ ഫിനാൻഷ്യൽ ഇയർ ആകുമല്ലോ, എന്നിട്ട് പോരെ. ഓക്കെ. അപ്പോൾ വേറെ ഒന്നുമില്ലോ. ഓക്കെ, ശരി. കല്യാണച്ചക്കൻ താലി കെട്ടാൻ പോയപ്പോ തന്നെ മെമ്മറി കാർഡ് ഇരുന്നു. എന്നിട്ട് മെമ്മറി കാർഡ് കൊണ്ടുവന്നപ്പോഴത്തേക്കും താലിയിട്ട് കഴിഞ്ഞു. എന്നിട്ട് ആ താലിയിട്ട് മാത്രം റീഷൂട്ട് ചെയ്തു. അല്ലാണ്ട് എന്ത് ചെയ്യാനാ? ഉദയേട്ടാ, ഏതോ രാജേഷ് വിളിക്കണം. ഓട്ടം പോകാനായിരിക്കടാ, കട്ട് ചെയ്ത് വിട്. എടാ പിന്നെ മേമയുടെ മോളെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്. വീഡിയോ പരിപാടി നിങ്ങൾ ചെയ്യില്ലേ? ഇത്രയൊക്കെ കേട്ടിട്ട് നീ ഇവൻ എന്നെ വർക്ക് കൊടുക്കാനാ? താൻ പോടോ. ഞാൻ ഈ വലിയ വർക്കുള്ള മാത്രം പിടിക്കാനുള്ള അനീഷേട്ടാ, അല്ലെങ്കിൽ കൈ നഷ്ടമാന്നേ. എടാ വലിയ ബഡ്ജറ്റ് ഒന്നും ഇല്ല, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാ. എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. എന്തായാലും നമ്പർ അയച്ചിട്ട്. രണ്ടായാലും സെയിം പണി തന്നെയാണ്. വിഷ്ണു, നമ്മുടെ വെഡിങ് കമ്പനിയുടെ സൈറ്റിലെ പുതിയ ഫോട്ടോസും കുറച്ച് വീഡിയോസ് ഒക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണമല്ലോ. നീ എപ്പോഴും ഫ്രീ ആവണേ? ഞാൻ ഫ്രീ ആണ്, നീ വിളിച്ചിട്ട് ഇറങ്ങ്. ഞാൻ ഇറങ്ങാന്നാ. എടാ നീ വെബ്സൈറ്റിൽ പൈസ കൊടുത്താ? ഞാൻ കൊടുത്തല്ലോ, ചോദിച്ചു തന്നാടാ. തന്നു കൊടുത്താ മതി. ഹലോ, നീ എവിടെയായിരുന്നു? ഞാൻ എന്തോരം വിളിച്ചു. ഒരാൾ കോൾ ചെയ്ത തിരക്കിലാണെന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് എനിക്കില്ലേ വിഷ്ണു? അല്ല, ഞാൻ ഓഫീസിൽ മീറ്റിംഗിലായിരുന്നു. ആണല്ലേ? എന്തായി ജോയിൻ ചെയ്തിട്ട്? കുഴപ്പമില്ലടാ, ഞാൻ കാര്യങ്ങളൊക്കെ പഠിച്ചു വരണേ ഉള്ളൂ. ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാം. എടാതെ ഇവന്മാർ നമ്മുടെ ഷോപ്പിൻ്റെ ആഡ് ഷൂട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അതെടുത്ത് ലോക്കൽ ചാനലും തിയേറ്ററിലൊക്കെ ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും? അടിപൊളിയായിരിക്കില്ലേ? എന്ത് പറ്റിയിടാ? ചേട്ടാ, ശില്പ ഇപ്പോൾ ഭയങ്കര കോൾഡ് റെസ്പോൺസാണ്. കുറേ ആയി തുടങ്ങിയിട്ട്. എനിക്കാണെങ്കിൽ ആകെ പ്രാന്തായിട്ടും പാടില്ല. എടാ, ഈ ഫോണിലെ കമ്മ്യൂണിക്കേഷനില്ലേ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ പറഞ്ഞ കറക്റ്റല്ലേ? ഏ പോയിട്ട് അവളെ കാണും, കാര്യങ്ങളൊക്കെ ഒന്ന് സോർട്ട് ചെയ്യും. നീയേ നേരിട്ട് കാണും, കണ്ടിട്ട് സംസാരിക്കും. അത് കുഴപ്പമില്ല. 154 ആക്ടിവേഷൻ ഫയൽ ചെയ്യാം. നമ്മുടെ TDS ക്രെഡിറ്റ് മാച്ചിങ് ആണ്. അവരുടെ സോഫ്റ്റ്വെയർ ഇഷ്യൂ എന്താണ്? ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങിയാണേ. വീട്ടിലേക്കല്ലേ? ഇല്ല, എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. അപ്പം അവനെ കണ്ടിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പൊക്കോളാം. അപ്പോൾ നീ ഇറങ്ങിയിട്ട് വണ്ടി ഇങ്ങോട്ടൊന്ന് വിടണം, എനിക്ക് കാഞ്ഞാണി വരെ ഒന്ന് പോകണം. ഇല്ല കുഴപ്പമില്ല, ഞാൻ ഓട്ടോ വിളിച്ചിട്ട് പൊക്കോളാം. ഓട്ടോയൊന്നും വേണ്ട,
താനിപ്പോൾ ഇറങ്ങുമല്ലേ? അല്ല ഇത് തീർത്തിട്ട് നമുക്ക് അതും തറവായിട്ട് നമുക്ക് നാളെ ഇരിക്കാം കേട്ടോ. ആ, പോണ വഴിക്ക് വിളി ഒന്ന് അവിടെ ഇറക്കിയേക്കും. ശരി. ശരി അപ്പം. സോറി. ശില്പ എന്താണ് ഇവിടെ തന്നെ ജോയിൻ ചെയ്ത്? വല്ല നല്ല കമ്പനിയിൽ നോക്കായിരുന്നില്ലേ? അയ്യോ, ഞാൻ ഉദ്ദേശിച്ചത് IT സ്കോപ്പുള്ള ഏതെങ്കിലും കമ്പനിയിൽ നോക്കായിരുന്നില്ലേ എന്നാണ്. അല്ല, എനിക്ക് 1-2 കമ്പനി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓ. പിന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് ഒരു മടി. ഞാൻ കുറച്ച് ഹോം സിക്കാണ്. ആണോ? ഞാനും ഹോം സിക്കാണ്. അവിടെ നിർത്തിക്കോ. ഏ? അതെ, അവിടെ. ഓക്കെ. വിഷ്ണു, ഇത് മാത്യു, ഞങ്ങളുടെ കമ്പനിയിലെ ഫിനാൻസ് മാനേജറാ. മാത്യു, ഇത് വിഷ്ണു, എൻ്റെ ക്ലാസ്മേറ്റ് ആണ്. ഓക്കെ ശില്പ, നാളെ ഓഫീസിൽ കാണാം. ബൈ. ഓക്കെ, ശരി, ബൈ. ഇതാരുടെയാ വണ്ടി? ഇത് അനീഷേട്ടൻ്റെ. നമുക്ക് ഈ റോഡ് നിൽക്കാണ്ട് എങ്ങോട്ടേലും ഇരിക്കാം. വാ വാ. പണിയുണ്ടാ? അപ്പച്ചൻ്റെ ഓഫീസാന്നുള്ള പ്രഷർ വേറെ ഉണ്ട്. പഠിച്ചു വരണേ ഉള്ളൂ. ഞാനേ ഒരു ബിസിനസ് തുടങ്ങിയാലോ എന്ന് ഇങ്ങനെ ആലോചിക്കായിരുന്നു. എന്ത് ബിസിനസ്? കമ്പ്യൂട്ടർ ഷോപ്പ്. അനീഷേട്ടൻ്റെ ഷോപ്പ് ഒന്ന് എക്സ്പാൻഡ് ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. നീ എന്തൊന്നും പറയാത്തത്? ഞാൻ എന്തൊട്ട് പറയാനാ വിഷ്ണു? നീയൊക്കെ തീരുമാനിച്ചിരിക്കല്ലേ? എൻ്റെ വിഷ്ണു, നീ അധികം സപ്ലൈ ഇല്ലാന്ന് എഴുതിയെടുക്കാൻ നോക്ക്. അതെല്ലാം ഞാൻ എഴുതിയെടുക്കും. പിന്നെ എല്ലാവരും ഈ പരീക്ഷ ദയവ് ചെയ്ത് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ബിൽ ഗേറ്റ്സിന് ഉദാഹരണം എൻ്റെ അടുത്ത് പറയരുത്. എടി, നിൻ്റെ അപ്പൻ്റെ അടുത്ത് നമ്മളുടെ കാര്യം പറയുമ്പോൾ എന്തെങ്കിലും ഒരു ജോലി വേണ്ടേ എനിക്ക്? ബെസ്റ്റ്. എൻ്റെ അപ്പച്ചൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ടാണോ? കമ്പ്യൂട്ടർ ഷോപ്പിയുടെ മുന്നേ ചെന്നാൽ മതി. കമ്പ്യൂട്ടർ ഷോപ്പിന് എന്താ കുഴപ്പം? നിൻ്റെ അപ്പന് കുറി കമ്പനി, എനിക്ക് കമ്പ്യൂട്ടർ ഷോപ്പ്. കുറി കമ്പനിയാ? ഞങ്ങളുടെ NBFC ആണ്. നീ ആദ്യം ആ ഫോണിൽ നിന്ന് കണ്ണെടുക്ക് പണ്ടാറടങ്ങാനായിട്ട്. ശില്പ, നിൻ്റെ അപ്പച്ച സമ്മതിച്ചില്ലെങ്കിൽ നീ എൻ്റെ ഒപ്പം ഇറങ്ങി വരുമോ? എങ്ങോട്ടേക്ക് വിഷ്ണു? ഞാനേ പോവാ. എന്തിനും സംസാരിക്കില്ല. നീ ഇതിനൊരു ഉത്തരം പറഞ്ഞിട്ടോ ശില്പേ? എന്തിനാ നിനക്ക് ഉത്തരം അറിയണ്ടേ? വിപ്ലവ കല്യാണം നീ പ്രതീക്ഷിക്കണമെങ്കിൽ നടക്കില്ല വിഷ്ണു. നീ ഹിന്ദു, ഞാൻ ക്രിസ്ത്യാനി. അതന്നെ ഒരു വിപ്ലവം. മര്യാദയ്ക്കൊരു ജോലി ഇല്ലെങ്കിൽ ഒരു പരിപാടി നടക്കില്ല. ജോലിക്ക് എനിക്ക് താല്പര്യമില്ല. പിന്നെ നിൻ്റെ അപ്പന് ബിസിനസ് ചെയ്യാമെങ്കിൽ എനിക്കും ചെയ്യാം. നീ എന്തിൻ്റെ അപ്പച്ചൻ്റെ ബിസിനസ് കണ്ടതുപോലെയാണല്ലോ സംസാരിക്കണത്? നീ കണ്ട ഞങ്ങളുടെ കമ്പനി? ഞാൻ നിന്നെ ഇപ്പം കെട്ടാനല്ല വന്ന്. എനിക്കൊരു തീരുമാനം അറിയണം. ഈ കട്ട്ലേറ്റിന്റെ കാശ് ഞാൻ കൊടുക്കുന്നുള്ള ഉറപ്പില്ലല്ലേ നീ ഇത് ഓർഡർ ചെയ്തേക്കണേ?